സോഷ്യൽ മീഡിയ തുറന്നാൽ ഇയാളെ കാണാതെ നമുക്ക് ആ ഫോൺ നിലത്ത് വെക്കാൻ പറ്റില്ല. ആരാണ് അയാൾ? അയാൾ ആരാണ്? അലിൻ ജോസ് പെരേരയാണ് നമ്മളോടൊപ്പം ഇന്ന് എത്തിയിരിക്കുന്നത്. ഭർത്താവ് ഈ കുരിശായിരുന്നോ? നിങ്ങൾ ചിലർ ചോദിക്കും നിങ്ങളുടെ തൊലി എന്തുകൊണ്ടാണ് ഉണ്ടായി. സത്യത്തിൽ നിങ്ങളുടെ തൊലി എന്ത് വെച്ചാൽ ഉണ്ടാക്കിയിരിക്കുന്നത്? എല്ലാവർക്കും ഉള്ള പോലെ തന്നെ. എല്ലാവർക്കും ഉള്ള പോലെ അല്ലല്ലോ ഇത്. മുരിക്കിന്റെ തൊലിയുള്ളവർക്ക് കുഴപ്പമില്ല. ഒരു മനുഷ്യനും കാണിക്കാൻ പറ്റാത്ത എന്ത് കോപ്രായങ്ങളും നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ അണ്ണന് നിസ്സാരമല്ലേ? അലിൻ ജോസ് ഒരു പൊട്ടനാണോ അതോ പൊട്ടനായിട്ട് അഭിനയിക്കുകയാണോ? എടാ നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. വയറൊരു പ്രശ്നമാണോ? വലിയ വയറില്ല, എന്നാലും ചെറിയൊരു ഇച്ചിരി വലിയ വയറ് തന്നെയാണല്ലോ. ശരീരത്തിന് ചേരാത്തൊരു വയറായിട്ട് അത് കുറയ്ക്കാനുള്ള ശ്രമമൊന്നും നടത്തിയില്ലേ ഇതുവരെ? നീ എന്താടാ ആളെ കളിയാക്ക? അതായത് കേരളത്തിൽ 3.5 കോടി ജനങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 70-80% പേരും നിങ്ങളെ ഇകഴ്ത്തി പരിഹസിച്ചാണ് ഒരു പരിഹാസ കഥാപാത്രം അല്ലെങ്കിൽ എന്താ പറയുക ഒരു കോമഡി പീസായിട്ടാണ് ഒരു ജോക്കർ ടൈപ്പിലൊക്കെ ജോക്കർ ടൈപ്പ്. ഇല്ല. അങ്ങനെ ജോക്കർ ടൈപ്പ് ആയിട്ട് ആയുഷ്കാലം ജീവിക്കാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ കാണിക്കുന്നത് കോമാളിത്തരമാണെന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടോ? കാണിക്കുന്നത് കോമഡിക്കാണെന്ന് തോന്നുന്നുണ്ട്, കോമാളിത്തരമാണെന്നൊക്കെ കോമാളിത്തരാണെന്ന് തോന്നുന്നുണ്ട്. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? എല്ലാവരും ആരും നിങ്ങൾ സങ്കടപ്പെടുകയൊന്നും വേണ്ട. അല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഇപ്പം തോന്നുന്നുണ്ടോ ഈ പരിഹാസങ്ങളും ഇതെല്ലാം നിർത്തി എനിക്കൊരു ഇച്ചിരി കൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് തോന്നിയിട്ടുണ്ടോ? അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ഏതൊരു മലയാളിയും നിങ്ങളെ നേരിട്ട് കണ്ടാൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, നിർത്തിക്കോ, ഈ പരിപാടി നിർത്തിക്കോ, പോടാ, നിർത്തിപ്പോടാ. ഇത്തരത്തിലുള്ള ഈ കോപ്രായങ്ങളും കോലം കെട്ടുകളും നിർത്തി കുറച്ചും കൂടിയൊക്കെ സീരിയസ് ആയിട്ട് ആക്റ്റീവായിട്ട് ജനങ്ങളിലേക്ക് നല്ല കണ്ടന്റുകൾ കൊടുക്കുക. അത് ന്യായം. ഒരു പടത്തില് അത്യാവശ്യം ഒരു ചെറിയ കണ്ണ് നിറയുന്നുണ്ടല്ലോ. നമ്മൾ അലിൻ ജോസ് അങ്ങനെ കരയുന്ന ഒരാളാണോ? കരുതുന്ന ആളല്ല, കാരണം ഇത്രയും പറഞ്ഞത് കൊണ്ട് ഇപ്പൊ വിഷമം വന്നതാ. കരയൊന്നും വേണ്ട, നിങ്ങൾ കരയുന്ന കണ്ടിട്ട്. കാരണം നിങ്ങൾ ഒരിക്കലും കരഞ്ഞ് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. വിഷമം വരുന്നുണ്ട്, നിങ്ങളുടെ കണ്ണിങ്ങനെ നിറയുന്നു. നിങ്ങളുടെ നല്ലതിന് വേണ്ടി കേട്ടോ നമ്മൾ പറയുന്നത്. ഒരിക്കലും നിങ്ങൾ ഇനിയും ഇങ്ങനെ ഒരു കോമഡി കഥാപാത്രമായിട്ട് ഇനിയും മുന്നോട്ട് പോകാതെ നിങ്ങൾ ജീവിതത്തിൽ ഉയർന്ന വിജയം നേടണം എന്ന് ആഗ്രഹിക്കുന്നുകൊണ്ടാണ് പറയുന്നത്. നിങ്ങളൊരു പാവമാണ്, കോമൺലി നിങ്ങളൊരു പാവം ഒരു മനുഷ്യനാണ്. പക്ഷെ നിങ്ങൾ ഓരോരുത്തർ ഇങ്ങനെ ഉപയോഗിച്ച് നിങ്ങളുടെ എന്താ പറയാ നിങ്ങളെ യൂസ് ചെയ്യാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ലാത്ത നിങ്ങളെയൊക്കെ ഞാൻ വേറെ എന്താ വിളിക്കേണ്ടത്? ശരിക്കും ഇത് ഉള്ളിൽ തട്ടി കരയുന്നതാണോ അഭിനയിക്കുകയാണോ? ഉളുപ്പുണ്ടടാ ചക്കണക്ക്. ഒരു ചാൻസ് കിട്ടി അത് ഓവറാക്കും അല്ലടാ ഫുൾ.